ഡി എം എഫ് എല്ലാ പൊസിഷനിലും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ്, നമുക്കിവിടെ ഡിഫൻഡ് നമുക്ക് സി എം എഫ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സമ്മർ ട്രാൻസ്ഫർ വോളിയം 2 എന്നും പറയുന്നത് നമുക്കൊരു ഷോർട്ട് ടൈമിന്റെ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ 3 പ്ലേയേഴ്സിന്റെയും എന്താണ് കസ്റ്റം ആയിട്ടുള്ള പ്രോഗ്രഷൻ പോയിന്റ്സ് എത്രയൊക്കെയാണെന്ന് ജസ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സമ്മർ ട്രാൻസ്ഫർ വോളിയം 2 ആണ്. വോളിയം 1 ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈം കാരണത്ത് നമുക്ക് ഈ ഒരു 3 പ്ലേയേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓരോരുത്തരുടെയും ഈ ഒറ്റ സിംഗിൾ വീഡിയോക്കകത്ത് 3 പേരുടെയും എന്താണ് പ്രോഗ്രഷൻ പോയിന്റ്സ്, കസ്റ്റം ആയിട്ട് പ്രോഗ്രഷൻ പോയിന്റ് നമ്മൾ EF ഹബ് എന്ന ആപ്പ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 പേര്, ഒന്ന് റൈറ്റ് വിങ്, DMF, CMF, 3 പൊസിഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആപ്പിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ആ ഒരു ഓക്കെ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്ലെയർ നോക്കാം, യോറി ടെലിമൻസ്. ഓക്കെ, എനിവേ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാനേജർ നിങ്ങളുടെ മാനേജർ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എനിക്കിവിടെ ഞാനിവിടെ ആരെ കൊടുക്കും? ഓക്കെ, ഞാനിവിടെ ക്ലോപ്പിനെ കൊടുത്തു. ഓക്കെ, ക്ലോപ്പിനെ കൊടുത്തു. അപ്പൊ തന്നെ ഓവറോൾ റേറ്റിംഗ് 92 ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാക്സ് CMF സ്മാർട്ടായിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, 106 ഓവറോൾ റേറ്റിംഗ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു 11,8,698 എന്നാണ് പ്രോഗ്രഷൻ പോയിന്റ്സ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം ഒരു വെയിറ്റ്, നമുക്കിവിടെ ഡിഫൻഡ് നമുക്ക് CMF അല്ലേ, ഈ LBSന്റെ ഒരെണ്ണം വേണമെങ്കിൽ മൈനസ് ചെയ്യാം. ഓക്കെ, 2 മൈനസ് ചെയ്യാം. എന്നിട്ട് ഡ്രിബ്ലിങ്ങിന്റെ അവിടെ ഈ 2 കൊടുക്കാം. ഓക്കെ, ഒരെണ്ണേ കൂടുള്ളൂ. ഓക്കെ, LBSന് ഒരെണ്ണം കൊടുത്തു. അന്നേരം ചെറിയൊരു വേരിയേഷൻ ആ സാധനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിക്കുമ്പോൾ 92, സ്റ്റാമിന 92, ലോഫ്റ്റഡ് പാസ് അത് അങ്ങനെ തന്നെ, ലോഫ്റ്റഡ് പാസ് ടോ പാസും പക്കായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, പിന്നെ ഒഫൻസീവ് അവയർനെസ്സിനകത്തൊക്കെയാണ്. പിന്നെ ഡബിൾ ബൂസ്റ്ററിനകത്ത് ഒരു മെയിൻ ഫാക്ടർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഡബിൾ ബൂസ്റ്ററിനകത്ത് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് കൊടുക്കുക. ഇതിനകത്ത് 2 ഒഫൻസീവ് ക്രിയേറ്റർ തന്നെയാണ് കൊടുക്കുന്നത്, സോറി കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ആക്യുറസി +1 ഇടുവാണെങ്കിൽ നമുക്ക് ലോ പാസ് ലോഫ്റ്റഡ് പാസിന്റെ സ്ഥാനത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, ആക്യുറസി +1 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബൂസ്റ്റിംഗ് സാധനം കിട്ടുവാണെങ്കിൽ മേ ബി നൈസ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ 106 റേറ്റർ വരുന്നത്. നമുക്കൊരു CF ലെഫ്റ്റ് വിങ്, SS റൈറ്റ് വിങ്, AMF, CMF, LMF, RMF, DMF എല്ലാ പൊസിഷനിലും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു. നമുക്ക് വേറൊരു പ്ലെയറിനെ നോക്കാം. ഓക്കെ, ബ്രൂണോടെ നോക്കാം. ഓക്കെ, ബ്രൂണോടെ നമ്മൾ സെയിം സ്മാർട്ട് കൊടുത്തു. 105 റേറ്റഡ് ആണ്. പ്രോഗ്രഷൻ പോയിന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ DMF അല്ലേ, യെസ്, DMFന് നമുക്ക് സ്പീഡും ആക്സിലറേഷന് 84 ഉണ്ട് ആക്ച്വലി. ഓക്കെ, സ്പീഡും ആക്സിലറേഷൻ അത്ര സാധനം വേണമെന്നില്ല. ഓക്കെ, സ്പീഡ് ആക്സിലേഷൻ അത്ര സാധനം വേണ്ട, 84. പിന്നെ ബൂസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു 80 അബോ ഒക്കെ മതി ആക്ച്വലി. ഓക്കെ, വേണമെങ്കിൽ അതൊന്ന് പക്ക ആക്കിയിട്ട് നമുക്ക് ഡിഫെൻസീവിന്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അവിടെയും കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സ്റ്റാമിനയുടെ അവിടെയും നമുക്ക് കൊടുക്കാം. ഓക്കെ, പാസിംഗ് ഒക്കെ ആക്ച്വലി അത്ര തന്നെ വരുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്തൊന്നും വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ബോൾ കൺട്രോൾ ഡ്രിബ്ലിംഗ് വേണമെങ്കിൽ ഒരെണ്ണം കുറയ്ക്കാം. കുറച്ചിട്ട് നമുക്ക് അത് ഡിഫൻസിനകത്ത് കൂട്ടാൻ പറ്റും നോക്കാം. കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ പാസിംഗിൻ്റെ അവിടെ തന്നെ ഒരെണ്ണം കുറയ്ക്കുക, ഡിഫൻസിങ് എടുക്കുക. ഓക്കെ, അതും പറ്റില്ല, പാസിംഗ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, സെറ്റ്. ബാക്കി ഒരെണ്ണം പാസിംഗ് തന്നെ കൊടുത്തേക്കാം. ഓക്കെ, ഡ്രിബ്ലിംഗ് കൊടുത്തു. ഓക്കെ, ഈ ഒരു സെഷൻ അതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, 6446814 അതാണ് നമുക്ക് ബ്രൂണോയുടെ ഈ ഒരു കാർഡിനകത്തുള്ള പ്രൊവിഷൻ പോയിന്റ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ബാക്ക് ഇറങ്ങാം.
നമുക്ക് നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് വിങ് കരീം അഡേമി അതന്നെ. ഓക്കെ, മാക്സ് സെയിം, മാക്സ് തന്നെ കൊടുക്കുക. ഓക്കെ, മാക്സ് കൊടുത്തു. അത് 4-4-11-11-8 ആണ് ഇത് എന്താണ് കസ്റ്റമായിട്ട് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ട്, ആക്സലേഷൻ പക്കയാണ്. സ്പീഡും ആക്സലേഷൻ റൈറ്റ് വിങ് കാർഡിന് സ്പീഡും ആക്സലേഷൻ പക്കയായിട്ടാണ്. കുറച്ചുകൂടി ഒരെണ്ണം കൂട്ടുവാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഡ്രിബ്ലിംഗ്, ടൈറ്റ് പൊസിഷൻ, ബോൾ കൺട്രോൾ, ടൈറ്റ് പൊസിഷൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതിലൊന്നും തൊടണ്ട. നമുക്ക് ബാലൻസ്, സ്റ്റാമിന 96-90 ഉണ്ട്. ഫിനിഷിങ് 82 ഉള്ളൂ. ഓക്കെ, കിക്കിംഗ് പവർ 89 ഉണ്ട്. ആക്ച്വലി റൈറ്റ് വിങ് ആണ്. ഓക്കെ, റൈറ്റ് വിങ് വരുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് വരില്ല. ആള് സൂപ്പർ സബ് ആണ്. ഓക്കെ, അപ്പൊ എനിവേ സ്റ്റാമിന നമുക്ക് അത്ര ആവശ്യമില്ല. ഓക്കെ, സ്റ്റാമിന അവിടെ നമുക്കൊന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, സ്റ്റാമിന അവിടെ ഞാൻ 3 മൈനസ് 86, 85 മതി, 84, 55 മതി. ഓക്കെ, അത്രയും കൂടി നമുക്ക് എവിടെ കൊടുക്കണം? നമുക്കൊരു സ്പീഡിൽ ആ സാധനം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അയ്യോ അത് സ്റ്റാമിനയുടെ അന്നത്ത് വരുമല്ലേ. ഓക്കെ, 87. അപ്പൊ സ്പീഡ് വേണ്ട കേട്ടോ, 93 സ്പീഡ്. നമുക്ക് ഫിനിഷിങ് ഒന്ന് സെറ്റ് ചെയ്യാം, കാരണം ഫിനിഷിംഗ് ആണ് ഒട്ടും ഇല്ലാത്തത്. 85 ഫിനിഷിംഗ് എങ്കിലും വേണം. 90 സ്പീഡ്, 98 ആക്സിലേഷൻ. ഓക്കെ, സാധനം പക്കാണ്. ബൂസ്റ്റർ കൊടുക്കുമ്പോൾ ഫിനിഷിംഗ് ഉള്ളൊരു ബൂസ്റ്റർ കൊടുക്കാം. ഓക്കെ, ഏരിയൽ +1 കൊടുക്കാം. അപ്പൊ അതിനകത്ത് ഹെഡിങ്ങും ജമ്പും കാര്യങ്ങളെല്ലാം ബൂസ്റ്റ്. ഒരു 86 ഫിനിഷിംഗ് വേണം. കാരണം ഇൻ കേസ് അത് ട്രിപ്പിൾ ചെയ്ത് നമ്മൾ അകത്ത് കയറുകയാണെങ്കിൽ നമുക്കൊരു കേൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്താണ് സാധനം വേണം. ഒരിക്കലും നമ്മൾ പ്ലേയേഴ്സിന്റെ എന്താ നോക്കാൻ പാടില്ല. ഓവറോൾ റേറ്റിംഗ് 106, 107 ഒന്നും വരാൻ നോക്കരുത്. ഓക്കെ, ആ ഒരു രീതിക്ക് നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, 74-11-5 ആണ് ആ ഒരു ഇത് വന്നേക്കുന്നത്. ഓക്കെ, ആ ഒരു സെറ്റപ്പിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ 3 പ്ലേയേഴ്സിന് നമ്മൾ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വേറെ ഏതെങ്കിലും പാക്കിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാം. അത് എന്റേതായ രീതിയിൽ ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നടത്തിയതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒരു രീതിയിലും അല്ല. ഞാൻ വേറെ എവിടെയെങ്കിലും കോപ്പി അടിച്ച് നിങ്ങളെ തന്നെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വേറെ എൻ്റെ വേറെ സാധനങ്ങളൊന്നും ഇല്ല. ആകെ എൻ്റെ ഫോൺ എൻ്റെ ഗെയിം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കൂടെ കാണിച്ച് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുന്ന രീതി ഞാൻ നോക്കുമ്പോൾ ആരും ഇതുപോലെ കാണിച്ചിട്ടില്ല ആക്ച്വലി. ഓക്കെ, ആരോ എവിടെയോ ചെയ്തൊരു സാധനം അതുപോലെ കോപ്പി പേസ്റ്റ് എടുത്ത് അതിനകത്ത് എഡിറ്റ് ചെയ്യുന്നതല്ല ഒരു പരിപാടി അതിനെ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് എന്റെ സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു. ചെറുതായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. കാരണം അഡ്ജസ്റ്റ്മെന്റ് നടത്താനുള്ള സാധനങ്ങളൊന്നും എനിക്കൊന്നും ഈ 3 കാർഡിനകത്ത് ഇല്ല. ഓക്കെ, ഹോണസ്റ്റ് ആയിട്ട് പറയണേ, അഡ്ജസ്റ്റ് ആയിട്ട് സാധനങ്ങൾ നടത്തുന്നതിനകത്ത് ഇല്ല. അപ്പോൾ ആ ഒരു രീതിക്ക് സാധനം സെറ്റ് ചെയ്തു, ഞാൻ തന്നു. ഓക്കെ, 3 പേരുടെ ഉണ്ട്. സോ വീഡിയോ എന്തെങ്കിലും വെച്ച് മൈൻഡ് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ആയിട്ട് ഇരിക്കുക. സോ വീഡിയോ എന്തെങ്കിലും മൈൻഡ് പിന്നെ പുതിയ ബൈ ഗൈസ്.